ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവുന്ന പുളി വെച്ചിട്ട് ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നതിനായി പുളി, വെള്ളം, പഞ്ചസാര, ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ പൊടിയും. പുളി ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മിയെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുകയും ചെയ്യാം. നല്ല കറുത്ത പുളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു കൈപ്പിടിയോളം മാത്രമേ പുളി എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തുടങ്ങാം. അതിലേക്കായി നല്ല തണുപ്പ് വേണം, അതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാം. ഇനി പുളി, പഞ്ചസാര, വെള്ളം, ഐസ് ക്യൂബ്സ് ഇവയെല്ലാം ചേർത്ത് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഏലക്കായ പൊടി ഓപ്ഷണലാണ്, ഞാനിവിടെ ചേർത്തിട്ടില്ല. വളരെ എളുപ്പമാണ് ഈ ജ്യൂസ്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു സാധനമാണിത്. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇനി ഇത് നല്ല തണുപ്പോടുകൂടി തന്നെ കുടിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യുക.